ബലിക്ക് വേണ്ട വിറകും കീറിവയ്ക്കുക. യാത്രയ്ക്ക് തയ്യാറായപ്പോൾ ഞങ്ങളെത്തി. ശരി. എവിടേക്കാണ് ഈ പുലർച്ചയ്ക്ക്? മോറിയ ദേശത്തേക്ക്. മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ലല്ലോ. പിന്നെന്തിനാണ് ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത്? ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ? ദൈവം തന്ന മകനല്ലേ? ദൈവത്തിന് ഒരു ദഹന ബലി അർപ്പിക്കണം. ആ ദൈവം നിന്നെ മടക്കി ചോദിച്ചാൽ മകനെ വേണം എന്ന് ദൈവം പറഞ്ഞ മനസ്സോടെ കൊടുക്കട്ടില്ല. കർത്താവേ, ഇതാണ് ദഹനബലിയായി എന്റെ മകനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതാ ഞാൻ കുട്ടിയുടെ മേൽ കൈവയ്ക്കുന്നത്. നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ തക്കവിധം നീ എന്നെ ഭയപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. നീ മകനേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ നിന്റെ സന്തതികൾ പിടിച്ചടക്കും. അബ്രഹാം എന്തുകൊണ്ട് ദൈവത്തിൽ ഇത്രയധികം വിശ്വസിച്ചു? എന്തിനാണ് ദൈവം അബ്രഹാമിനോട് മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞത്? ക്രൂരതയല്ലേത്? ഒരു മനുഷ്യനോട് തന്റെ വയസ്സുകാലത്തുണ്ടായ മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞത് അബ്രഹാമിനെ പരീക്ഷിക്കുക എന്ന് മാത്രമാണ് ദൈവത്തിന്റെ ഉദ്ദേശമെന്ന് ആ ഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി. അതായത് അബ്രഹാമിന് തന്റെ വലിയ പദ്ധതിയുടെ ഭാഗമാകാനുള്ള യോഗമുണ്ടെന്ന് തെളിയിക്കാൻ ഒരവസരം ഒരുക്കുകയാണ്. അബ്രഹാം അനുസരിച്ചിരുന്നെങ്കിലും ഒന്നും സംഭവിക്കില്ല. തന്റെ മക്കളുമായി സാധാരണ ചിന്ത തുടരാം. സൂക്ഷിച്ചു നോക്കുക. അബ്രഹാമിന്റെ വാഗ്ദത്തപുത്രൻ ബലിപീഠത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തമായ മനുഷ്യപുത്രൻ യേശു ബലിപീഠത്തിൽ ഇസഹാക്കിന് പകരം ബലി അർപ്പിച്ചത് പ്രത്യേകം തെരഞ്ഞെടുത്ത് മുൾച്ചെടുപ്പിൽ കൊമ്പുകൾ ഉടക്കി കിടക്കുന്ന ഒരു മുഖരാണിയാണ്. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം ചൂടി നിൽക്കുന്ന രൂപം അത് ഓർമ്മപ്പെടുത്തുന്നുണ്ടോ? അബ്രഹാം ദഹനബലി അർപ്പിക്കാനാണ് ഇസഹാക്കിനെ കൊണ്ടുപോയത്. യേശു അർപ്പിച്ചത് ഒരു ദഹനബലിയാണ്, ലോകത്തിന്റെ പാപം നീക്കാനുള്ള പരിഹാര ബലി. ഇവിടെ അവസാനിക്കുന്നു ലഘുനാടകം അബ്രഹാമിന്റെ ബലി. നഗരഹൃദയത്തിലുള്ള ദേവാലയങ്ങളെത്താം. നാളെ പ്രഭാതത്തിൽ ആലയത്തിന്റെ നടുത്തളത്തിൽ ശലോമോൻ രാജാവ് പ്രജകളുടെ ആരാധന കേൾക്കുവാനെത്തും. അവിടെ അഴിയാക്കുരുക്കുകളായ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരങ്ങളോടും അപാരജ്ഞാനം പ്രകടമാകുന്ന ശലോമോന്റെ നീതി നിർവഹണ പാഠവും നിങ്ങൾക്ക് നേരിട്ട് കാണാം. അർദ്ധനദിക്കും മുമ്പ് ഞങ്ങൾ അവിടെ എത്തും. ശലോമോന്റെ ആലയത്തിലെത്തുവാൻ ഞങ്ങൾക്ക് തിരക്കായി. പ്രജകളുടെ പാലകനായ മഹാരാജാവിന് ഈ ദരിദ്രന്റെ
വന്ദനങ്ങൾ. പ്രതിവന്ദനങ്ങൾ. ആരാണ്? എന്താണ് ഈ സാധു മനുഷ്യന്റെ അവരാധി? ഇയാൾ അഭിമനായി നഗരാതിർത്തിയുടെയും വടക്കുകിഴക്കൻ പ്രവിശ്യയിലെ ഒരു ദരിദ്ര കുടുംബത്തിന്റെ നാഥൻ. 3 പതിറ്റാണ്ട് കാലം ഇയാൾ ഒരു ഭൂവുടമയുടെ കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു. പെരുമഴയുള്ളൊരു രാത്രിയിൽ പാടവരമ്പുകൾ തടകെട്ടി നിർത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് ഇയാൾ വികലാംഗനും നിത്യരോഗിയുമായി മാറി. അധ്വാനിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ ഭൂവുടമ നിർദ്ദയമാട്ടി പുറത്താക്കി. നിസ്സഹായനായി അങ്ങയുടെ ദയക്കായി കേഴുകയാണ് ഇയാൾ. പ്രവിശ്യ ന്യായാധിപന്മാരുടെ വിധികൾ ഇയാൾക്ക് അനുകൂലമായിരുന്നില്ലേ? വിധി വൈപരീത്യം എന്നല്ലാതെ എന്ത് പറയാൻ? ഇയാളുടെ വാസസ്ഥലമടങ്ങുന്ന പ്രവിശ്യയിലെ ന്യായാധിപൻ ഇയാളുടെ യജമാനൻ തന്നെയാണ്. സൗകര്യപൂർവ്വം അയാൾ പാടില്ല. ശലോമോന്റെ രാജ്യാതിർത്തിക്കുള്ളിൽ ന്യായത്തെ അന്യായമാക്കുന്ന ഒരു ന്യായാധിപനും വേണ്ട. അയാളെ ഉടനടി സ്ഥാനഭ്രഷ്ടമാക്കാം. യുദ്ധകാലാടിസ്ഥാനത്തിൽ അയാളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകിട്ടുക. ഉത്തരവ് പോലെ 3 പതിറ്റാണ്ട് കാലം അധ്വാനിച്ച ഈ മനുഷ്യനും കുടുംബത്തിനും ശീതകാലം ജീവിക്കാനുള്ള സമ്പത്ത് അയാളുടെ സ്വത്തിൽ നിന്ന് തന്നെ അനുവദിച്ചു കൊടുക്കുക. അപകടത്തിൽ സംഭവിച്ച വൈകല്യം ചികിത്സിച്ച് ഭേദമാക്കുവാൻ മുതിർന്ന വിശുദ്ധന്മാരെ ഏർപ്പാടാക്കും. പ്രഭാതമന്ദനം കഴിഞ്ഞ് പ്രാതൽ പോലും കഴിക്കാതെ അങ്ങ് ഈ നീതിപീഠത്തിലേക്ക് കയറിയതാണ്. 100 കണക്കിന് വ്യവഹാരങ്ങൾക്ക് അങ്ങ് പരിഹാരം മോദിക്കഴിഞ്ഞു. പലതും അതികഠിനമായ കൂനാങ്കുരുക്കുകൾ. ഇനി അല്പ വിശ്രമമാവും. ന്യായം കാക്ഷിച്ചെത്തുന്നവർക്ക് അത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അവരുടെ വചനങ്ങളിൽ പ്രകടമാകുന്ന ആശ്വാസം, ഇവ നൽകുന്ന സംതൃപ്തി വിഭവസമൃദ്ധമായ പ്രാതലിനേക്കാൾ എത്രയോ വലുത്. ഈ മഹാസാമ്രാജ്യത്തിന്റെ അധിനായ നമ്മുടെ മുന്നിലും തർക്ക കോലാഹലങ്ങളും നിയന്ത്രണമില്ലാതെ കണ്ടക്ഷോഭം നടത്തി കലഹിക്കുന്ന ആ സ്ത്രീജനങ്ങളെ ഈ നീതിപീഠത്തിന് മുന്നിലെത്തിക്കും. അതിർത്തി ഗ്രാമമായ മർവാനിയിൽ നിന്നെത്തിയ 2 വിധവകൾ, ഒരു കീഴകയിൽ തേജസ്സുറ്റ ഒരാൺകുഞ്ഞ്. രണ്ടാളും ആ കുഞ്ഞിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് പരസ്പരം പോരടിക്കും. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തരൂ. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് പറ്റില്ല. നിന്റെ കുഞ്ഞു? ആര് പറഞ്ഞു നിന്റെ കുഞ്ഞെന്ന്? ഇവൻ എന്റെ മകനാണ്, എന്റെ മാത്രം മകൻ. എന്റെ ദൈവമേ, എന്തൊരു പരീക്ഷണമാണിത്! ഇവൾ എന്റെ കുഞ്ഞിനെ. നിർത്തൂ ഈ അസംബന്ധ നാടകം. നിങ്ങൾ നിൽക്കുന്നത് രാജാതിരാജനായ ശലോമോന്റെ സന്നിധിയിലാണെന്ന് വിസ്മരിക്കരുത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യതയാർന്ന ഉത്തരങ്ങൾ നൽകും. ഹേ വഴക്കടിക്കുന്ന യെരൂശലേം വനിതകളെ, തികച്ചും സങ്കീർണമായ ഒരു പ്രശ്നവുമായാണ് നിങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഓമനത്വം തീർന്ന ഒരു കുഞ്ഞും അവന്റെ മാതൃത്വത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന 2 അമ്മമാരും. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? തിരുമനസേ, ഏറെ കാലമായി ഇവരോട് ഒന്നിച്ച് ഒരേ ഭവനത്തിലാണ് നമ്മൾ വസിക്കുന്നത്. 3 ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഓരോ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഒരു ദിവസം രാത്രിയുടെ അന്ത്യയാകൊല്ലരുത്. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവനെ എന്നേക്കുമായി വിട്ടുകൊടുക്കാൻ തയ്യാറായ ഈ വനിത, ഈ കുഞ്ഞിന്റെ യഥാർത്ഥമാണ്. കരഞ്ഞു വിലപിച്ചു നിൽക്കുന്ന സ്നേഹസമ്പന്നയായ ഈ മാതാവിനെ അവരുടെ കൈമാറി. കുലീനയായ വനിതാ രത്നമേ, നിങ്ങളുടെ നിസ്വാർത്ഥമായ പുത്രവാത്സല്യത്തിന് മുന്നിൽ നാം ശിരസ് വഹിക്കും. വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ നൽകി ഇവിടെ യാത്രയാണ്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിലാകുന്നത് ഇവിടെ ചികിത്സയ്ക്ക് വിധേയമാക്കും. യെരൂശലേമിന്റെ മക്കളെ, ആരോഗ്യതയുടെ അസ്തിത്വം മാതാവിന്റെ നിസ്വാർത്ഥമായ സ്നേഹം തന്നെയാണ്. വിനാശകാരികളായ സകലായുധങ്ങളെയും നിർവീര്യമാക്കുന്നതാണ് അമ്മയുടെ നിർമ്മല സ്നേഹം. പരിശുദ്ധമായ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സമ്പന്നമാക്കുന്ന
നന്മ നിറഞ്ഞ അമ്മമാരെ നിങ്ങൾക്ക് നമോവാം. സ്നേഹത്തിൻ നിസ്തുല ബിംബമാണമ്മ, സഹനത്തിൻ ശാശ്വത രൂപമാണമ്മ. ഇവരിൽ ഒരാൾ ശരിയും ഒരാൾ തെറ്റുമാണ്. ഒരാൾ സത്യം പറയുമ്പോൾ മറ്റൊരാൾ അസത്യം മാത്രം പറയുന്നു. ന്യായാധിപ ശ്രേഷ്ഠ, സമാനമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അങ്ങയുടെ അഭിപ്രായം അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. പ്രവശ്യ ന്യായാധിപന്മാർ പരാജയപ്പെട്ട ഈ ഗൗരവ പ്രശ്നത്തിന് മുന്നിൽ ഞാനും ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുകയാണ് തിരുമനസ്സേ. ഗൗരവതരമായ ഈ സമസ്യക്കുത്തരം നാം നൽകും. ഈ കുഞ്ഞിന്റെ മാതൃത്വത്തിന് അവകാശികളായി ഇവർ രണ്ടുപേരും ഉണ്ടെന്നിരിക്കെ ഈ കുഞ്ഞിനെ ഇവർക്ക് രണ്ടുപേർക്കുമായി വീതിച്ചു നൽകാം. കുഞ്ഞിനെ വീതം വയ്ക്കുകയും അവൻ പറഞ്ഞു വരുന്നത് അതെ ആരാച്ചാരം വിട്ടു. മൂർച്ചയേറിയ കട്ടം കൊണ്ട് ഈ കുഞ്ഞിനെ രണ്ടായി മുറിച്ച് ഒരു ഭാഗം ഇവൾക്കും മറുഭാഗം അവൾക്കും നൽകുക. കൊണ്ട് സാഹിത്യമടഞ്ഞ് ഇരുവരും മടങ്ങട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിക്കോളൂ. തിരുമനസിന്റെ തീരുമാനം കടുത്തതെങ്കിലും അത് തന്നെയാണ് അഭികാമ്യം. അവൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിനേക്കാൾ അത് ഇല്ലാതാവുന്നത് തന്നെ നല്ലത്. എനിക്കില്ലാത്തത് അവൾക്കും വേണ്ട. അയ്യോ അരുതേ, എന്റെ കൊച്ചിനെ കീറി മുറിക്കരുതേ, അവനെ കൊല്ലരുതേ. കുഞ്ഞിനെ അവൾക്ക് തന്നെ കൊടുത്തോളൂ. അവൻ ജീവിച്ചിരിക്കുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക്. അവനെ കൊല്ലരുത് തിരുമനസേ. എന്റെ കുഞ്ഞിനെ കൊല്ലരുത് തിരുമനസേ. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവരെ എന്നേക്കുമായി വിട്ടുകൊടുക്കാൻ തയ്യാറായ ഈ വനിത ഈ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ് കരഞ്ഞു വിലപിച്ചു നിൽക്കുന്ന സ്നേഹസമ്പന്നയായ ഈ മാതാവിന് ആ കുഞ്ഞിനെ കൈമാറി. കുലീനയായ വനിതാ രത്നെ, നിങ്ങളുടെ നിസ്വാർത്ഥമായ പുത്രവാത്സല്യത്തിനു മുന്നിൽ നാം ശിരസ് നമിക്കും. വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ നൽകി ഇവരെ യാത്രയാണ്. കുഞ്ഞിന് നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിയിൽ ആണ്ടുപോയ ഇവളെ ചികിത്സയ്ക്ക് വിധേയയാണ്. യെരൂശലേമിന്റെ മക്കളെ മാനവികതയുടെ അസ്തിത്വം മാതാവിന്റെ നിസ്വാർത്ഥമായ സ്നേഹം തന്നെയാണ്. സ്നേഹം വിനാശകാരികളായ സകല ആയുധങ്ങളെയും നിർവീര്യമാക്കുന്നതാണ് അമ്മയുടെ നിർമ്മല സ്നേഹം. പരിശുദ്ധമായ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സമ്പന്നമാക്കുന്ന നന്മ നിറഞ്ഞ അമ്മമാരെ നിങ്ങൾക്ക് നമോവാം. സ്നേഹത്തിൻ നിസ്തുല ബിംബമാണമ്മ, സഹനത്തിൻ ശാശ്വത രൂപമാണമ്മ. ത്യാഗത്തിൻ ഭാവമാണമ്മ, നന്മതൻ സുന്ദര തീരമാണമ്മ.
നിഷ്കളങ്കമായിരുന്നു പുഞ്ചിരിക്കുവാനും ലാളിത്യത്തിലേക്ക് വീണ്ടും ജനിക്കുവാനും
ദൈവാശ്രയത്തിന്റെയും അവർണ്ണനീയമായ താഴ്മയുടെയും ഔഷധീയമായ സാധാരണത്വത്തിന്റെയും എണ്ണിയാലൊടുങ്ങാത്ത പാഠങ്ങളുണ്ട് ആ കുഞ്ഞിന പൈതലിന് പകരം. എന്തുകൊണ്ടാണ് ഈ ക്രിസ്മസ് കാലം ഇത്രമാത്രം ആഗോളഭാവം കൈക്കൊള്ളുന്നത്? വിശുദ്ധ ബൈബിൾ പ്രകാരം തിരുപ്പിറവി എന്നത് സകല ജാതികൾക്കും വരുവാനിരിക്കുന്ന ഒരു മഹാസന്തോഷമാണ്. BC എന്നും AD എന്നും ലോക കലണ്ടർ തന്നെ വേർതിരിക്കാൻ തക്ക പ്രാധാന്യം ക്രിസ്തുവിന്റെ ജനനം നേടിയെടുത്തത് എങ്ങനെയെന്ന് അല്പമായെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, ഇതൊരു സാധാരണ ശിശുവിന്റെ ജനനമായിരുന്നില്ല. പകരം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ഒരു അത്ഭുത ജനനമായിരുന്നു. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നോക്കൂ, ദൈവം നമ്മോട് കൂടി. രണ്ടാമതായി, തകർന്നടിഞ്ഞു പോയ മനുഷ്യവർഗത്തെ ദൈവത്തിലേക്ക് തിരിച്ചെത്തിക്കുവാൻ വേണ്ടിയുള്ള ത്യാഗമായിരുന്നു കന്യകാമറിയത്തിൽ കൂടിയുള്ള ക്രിസ്തുവിന്റെ ജനനം. മൂന്നാമതായി, വഴിയേതെന്നും ദിശയേതെന്നും തിരിച്ചറിയാതെ സത്യവും നിത്യതയും ആത്മശാന്തിയും തേടി നടന്ന മനുഷ്യവർഗത്തിന് മുമ്പിൽ അവതരിച്ച യഥാർത്ഥ മാർഗമാണ് ക്രിസ്തു. ഇനിയുമുണ്ട്, തന്റെ ഏകജാതനിൽ കൂടെ ലോകത്തെ ഒരു